നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏറെ നാളുകളായ കാത്തിരിപ്പുകൾക്ക് ശേഷം സൗദി അത് പ്രഖ്യാപിച്ചു. അതെ, ഇനി മുതൽ പ്രവാസികൾക്ക് ആശ്വസിക്കാം. സൗദിയിലേക്ക് പോകാൻ കൂടുതൽ വഴികൾ തുറക്കുന്നു. ദീർഘ ഹ്രസ്വകാല വിദ്യാഭ്യാസ വിസകൾ അനുവദിക്കാൻ സൗദി മന്ത്രിമാരുടെ കൗൺസിൽ അംഗീകാരം നൽകിയിരിക്കുകയാണ്. സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭയുടെ പ്രതിവാര സമ്മേളനമാണ് ഈ തീരുമാനമെടുത്തത്. പുതിയ ദീർഘകാല വിസ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വിദഗ്ധർക്കും അക്കാദമിക് പഠനത്തിനും ഗവേഷണ സന്ദർശനത്തിനും പ്രയോജനം ചെയ്യും. വിദ്യാർത്ഥികൾ, ഗവേഷകർ, വിസിറ്റിംഗ് ട്രെയിനികൾ എന്നിവർക്ക് ഭാഷാ പഠനം, പരിശീലനം, ഹ്രസ്വ പ്രോഗ്രാമുകളിലെ പങ്കാളിത്തം, വിദ്യാർത്ഥി എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ എന്നിവയ്ക്കായി ഹ്രസ്വകാല വിസ ഉപയോഗിക്കാം. സമ്മേളനത്തിന്റെ തുടക്കത്തിൽ സൗദി അറേബ്യയും സൗഹൃദ രാജ്യങ്ങളിലെ നേതാക്കളും അവരുടെ പ്രതിനിധികളും തമ്മിൽ നടന്ന സമീപകാല ചർച്ചകളിൽ രാജ്യാന്തര രംഗത്തെ നിലവിലെ സംഭവ വികാസങ്ങൾ വിഷയമായിരുന്നു. ഇതേക്കുറിച്ച് മന്ത്രിസഭയെ വിശദീകരിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഏറെ നിർണായകമായ വാർത്ത സൗദിയിൽ നിന്നും പുറത്തുവന്നത്. കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായിരുന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെ സൗദി അറേബ്യയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിച്ചിരിക്കുകയാണ്. ഇതുവരെ രാജാക്കന്മാർ മാത്രമായിരുന്നു പ്രധാനമന്ത്രി പദം വഹിച്ചിരുന്നത്. ഭരണാധികാരി സൽമാൻ രാജാവാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരനെ പുതിയ പ്രതിരോധ മന്ത്രിയായി നിയോഗിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ മന്ത്രിസഭയിൽ അടിമുടി മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയായി യൂസുഫ് ബിൻ അബ്ദുള്ള അൽ ബുനയ്യയെയും ഉപപ്രതിരോധ മന്ത്രിയായി തലാൽ അൽ ഉദൈബിയെയും പ്രവർത്തിക്കും. ഊർജ്ജമന്ത്രി പദവിയിൽ അബ്ദുൽ അസീസ് ബിൻ സൽമാൻ രാജകുമാരനും വിദേശമന്ത്രി പദവിയിൽ ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനും ആഭ്യന്തരമന്ത്രി പദവിയിൽ അബ്ദുൽ അസീസ് ബിൻ സൗദ് രാജകുമാരനും തുടരും. നാഷണൽ ഗാർഡ് മന്ത്രി അബ്ദുള്ള ബിൻ ബന്ദർ രാജകുമാരൻ, ധനമന്ത്രി മുഹമ്മദ് അൽ ജദ്ആൻ, മാനവശേഷി സാമൂഹിക വികസന മന്ത്രി അഹമ്മദ് അൽ റാജി, ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബിയ എന്നിവരും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ തുടരുകയും ചെയ്യും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.